ഹായ് ഗൈസ്, ഇവിടെ വന്നോ. ഞങ്ങൾ പിന്നെ മോളെ മക്കളെ ഇവിടെ പോലെയുള്ള ഒരുപാട് മക്കളൊരു കൂട്ടായ്മ ഉണ്ട്, പരിവാർ. കോഴിക്കോട് മൊത്തം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. ഞാളിവിടെ ബ്ലോക്കിൽ വടകര പരിവാർ. അതിൽ ഒരുപാട് മക്കൾക്ക് ഡയപ്പറും പിന്നെ ന്യൂറോൻ്റെ ഗുളികയും എല്ലാം ഉപയോഗിക്കുന്ന മക്കളാണ് ഒരുപാട്. ഇങ്ങനത്തെ മക്കളാകുമ്പോൾ ഗുളിക നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതൊന്നും പൈസയൊന്നും വാങ്ങാനില്ല, ഓരോ രക്ഷിതാക്കളടുത്തും ഡയപ്പറൊന്നും വാങ്ങാനില്ല. എൻ്റെ കിടന്നിടത്ത് തന്നെ ഉള്ള ആയിരിക്കും, പിന്നെ 1ഉം 2ഉം എല്ലാം കിടന്നിടത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഡയപ്പർ ദിവസം 2ഉം 3ഉം ഉപയോഗിക്കേണ്ടി വരുന്നു. ഒരു കുട്ടിക്ക് ഇങ്ങനെ ആകുന്നില്ല. അപ്പോൾ മരുന്ന് ഷാപ്പിലെല്ലാം പോയിട്ട് ആൾക്കാർ ഒഴിഞ്ഞ സമയമെല്ലാം നോക്കിയിട്ട് പിന്നെ ഡയപ്പർ തരുമോ, 5 നാൾ അടുത്ത ആഴ്ച കൊണ്ടുത്തരാൻ പൈസ, അല്ലെങ്കിൽ നാളെ കൊണ്ടുത്തരാൻ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഓരോ രക്ഷിതാക്കളും കാത്തു നിന്നിട്ടുള്ള ഭയങ്കര വിഷമം. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും തന്നെ ഒരു ചുരിദാർ ചലഞ്ച് വെച്ച്, എന്നിട്ട് ചുരിദാർ ചലഞ്ച് വെച്ചിട്ട് ഒരു ചുരിദാറിൻ്റെ തുണിയാണ് എല്ലാം കൂടി, ഷാളും പാൻറ്റും ടോപ്പും എല്ലാം കൂടിയുള്ള തുണി, അതിന് 600 റുപ്യ. അപ്പോൾ നമ്മളും വാങ്ങുക, പിന്നെ നമ്മളെ കുടുംബത്തിലും സുഹൃത്തുക്കളോ ഇടവലത്തുള്ളവരോ ഓരോടെല്ലാം ഇങ്ങനത്തെ കാര്യം പറയുക. എന്നിട്ട് പിന്നെ ഓരോ ചുരിദാർ വാങ്ങിയാൽ ഈ ചുരിദാറിൻ്റെ തുണിക്ക് എത്രയാണ് പൈസ ഉണ്ടാകും, ബാക്കി മക്കൾക്ക് എടുക്കാമല്ലോ. അപ്പോൾ എന്നാലും ഇങ്ങനൊരു പ്രശ്നം വരില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ചുരിദാർ ചലഞ്ച് ഇവിടെ പരിവാർ കൂട്ടായ്മ ഉണ്ടാക്കി. നല്ലൊരു കാര്യമാണത്. ഒരുപാട് മക്കൾ അതിനെക്കൊണ്ട് രക്ഷപ്പെടുന്നു. അങ്ങനെ ഞാളും മോളെ പേരിൽ ഞാളും ഒരു ചുരിദാറിന്, ഞങ്ങളെടുത്ത് ഒരു ചുരിദാറിന് 600 റുപ്യയുള്ളൂ. അതുകൊണ്ട് ഒന്നാണ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മറ്റുള്ളവരോടൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ എങ്ങനെയാണ് ഓലത് എടുക്കുകയെന്നൊന്നും ഞാൻ അറിയില്ല. ചോദിച്ച് നോക്കണം. തീർന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണിത്. ഒരാളോട് ഞങ്ങൾക്കൊന്നും തരുമോയെന്ന് ചോദിക്കുന്നതിനേക്കാണോ ഇങ്ങനെയുള്ള ചുരിദാറായത്. എൻ്റെ മോളെ അടിയിലിതാ പറയുമ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ സഹോദരർക്ക് വേണ്ടിയിട്ടുള്ള പരിവാരാണിത്. അയ്യ പരിവാരിൽ ഞാനും ഉണ്ട്. ഇപ്പം ഞാൻ ഇതിന് പോയിക്കാനോ ഇരക്ക് അടിയില്ലേ, അതിന് അതിൽ പോയിട്ട് ഞാൻ രാജ ഹിന്ദുസ്ഥാനി പാടി. എൻ്റെ അച്ഛൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് അറിഞ്ഞതാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ പാടി. പിന്നെ സമ്മതമില്ല, എല്ലാം നോട്ടിൽ എഴുതി വെച്ചിട്ട് പറഞ്ഞതാണ്. ഇതിപ്പോൾ ഈ ചുരിദാർ ഞങ്ങളിപ്പം 25 ആളാണ്. ഞങ്ങളിപ്പം പെട്ടെന്ന് ഒരു എത്ര തീയതിയിലും 16-നാ 13-നാ അങ്ങനെ 16-നായിട്ടാകും അല്ലേ നമ്മൾ വാങ്ങി. 16-നാണ് പിന്നെ അങ്ങനെ വാങ്ങി. ഇനിയിപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ട് എന്നോടും വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ കുടുംബത്തിനോടും എനിക്ക് കൂട്ടുകാരും ഉണ്ടെങ്കിലും എല്ലാം പറയണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നോക്കണം. ആരെങ്കിലും മനസ്സുള്ളവരുണ്ടാവില്ലേ, മനസ്സലിവുള്ളവരുണ്ടാവില്ലേ, ഈ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മളെന്താ ചെയ്യുക, നമ്മളെ മക്കളാണെങ്കിലും ഇത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇത് മനസ്സുള്ളവരുണ്ടെങ്കിൽ പിന്നെ ഈ ചുരിദാർ ചലഞ്ചിൽ പങ്കെടുക്കണം. പിന്നെ അതേത് നാട്ടിലുള്ളായാലും ആരായാലും മനുഷ്യത്തുള്ള എല്ലാവരും ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നല്ല കാര്യം ചെയ്യണം. എന്നാലും നമ്മളെ മക്കളെ രക്ഷിതാക്കൾക്ക് എന്താ ചെയ്യേണ്ടത് ആകുന്നില്ല, ഇത്രയാ പറയണ്ടു. അങ്ങനെ വാങ്ങിയതാണിത്. ഒരു ചുരിദാറിൻ്റെ തുണി 600 റുപ്യാണെങ്കിൽ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരിലുണ്ട്, അവരോടെല്ലാം ഒന്ന് ചോദിച്ചിട്ട് എനിക്ക് സമ്മതമാണെങ്കിൽ അവരെ ഇതിൽ പങ്കാളികളാക്കണം. പിന്നെ ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നേരോ. ഇല്ല, മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. എനിക്കെങ്കിലും സന്മനസ്സുള്ളവരുണ്ടെങ്കിൽ പിന്നെ ഇതിൽ പങ്കാളികളാണോ. ഇതിൽ പക്ഷേ പറയാൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ച് ചോദിച്ചോളാം. എന്നാൽ ശരി, വീണ്ടും കാണാം.